അങ്ങനെ വൈജയന്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിനെ തുടർന്ന് ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോളും അലീനയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. കൃഷ്ണമോളെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടാൽ അലീനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാം എന്ന് കരുതുന്ന രോഹിത് കൃഷ്ണമോളോട് കള്ളം പറയുന്നുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, അമ്മയെ കാണണമെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്. അത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണമോള് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവളുടെ മനസ്സിൽ വീണ്ടും സംശയമുണ്ട്, അലീന ചേച്ചി മാത്രമാണല്ലോ ആ വീട്ടിലുള്ളത് എന്ന്. രോഹിത്തിനോട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി മാത്രമാണ് വീട്ടിലുള്ളത്, ഇപ്പോൾ പോയാൽ അമ്മയെ കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നതിനെ തുടർന്ന് രോഹിത്ത് പറയുന്നുണ്ട്, നിനക്ക് അമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു നിന്നോട് ഹോസ്പിറ്റലിൽ ചെല്ലാനെന്ന്. അങ്ങനെ മറ്റൊന്നും ആലോചിക്കാതെ കൃഷ്ണമോള് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അലീനയും ബബിതയും രോഹിത്തും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അവിടേക്ക് കമലയും ഹരിയും കൂടെ കയറി വരുന്നുണ്ട്. കൃഷ്ണമോള് ഹോസ്പിറ്റലിലെത്തി ബാലചന്ദ്രനെ കാണുന്നതിനെ തുടർന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്തിനാണ് നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്ന്. ആ സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛനാണല്ലോ രോഹിതേട്ടനോട് ഫോൺ വിളിച്ച് സംസാരിച്ചത്, അമ്മയെ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന്. ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചെന്നോ മോളെ, നീ എന്താ പറയുന്നത്? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അതേ അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് രോഹിത്താണ് എന്നോട് പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് പോവാൻ. അപ്പോൾ തന്നെ ബാലചന്ദ്രനെ കാര്യമൊക്കെ പിടികിട്ടി. അവിടേക്ക് തന്നെ മനുവും ആ സമയത്ത് വരുന്നുണ്ട്. മനുവിനോട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട്. മോനെ, വീട്ടിലേക്ക് നീ എത്രയും പെട്ടെന്ന് പോകണം, അവിടെ അലീന മാത്രമാണുള്ളത്. രോഹിത്ത് കൃഷ്ണമോളെ അവിടെ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാണ് ഇങ്ങോട്ടേക്ക്. ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാണ് കൃഷ്ണമോൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഞാൻ അവളെ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു ദുരൂഹത തോന്നുന്നു. അതുകൊണ്ട് മനു, നീ ഇപ്പോൾ തന്നെ വീട്ടിൽ പോകണം, അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മനു അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോള് വൈജയന്തിയെ കാണുന്നതിന് വേണ്ടിയിട്ട് റൂമിലേക്ക് കയറിയതും വൈജയന്തി ആ കിടപ്പ് കാണുമ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓടി വന്ന് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛാ, അമ്മ, എനിക്കിങ്ങനെ കിടക്കുന്നത് കാണാൻ വയ്യ അച്ഛാ, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാവുമോ അച്ഛാ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അച്ഛാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ സങ്കടപ്പെടേണ്ട, അങ്ങനെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, നീ പേടിക്കേണ്ട മോളെ, അച്ഛൻ ഇവിടെ ഇല്ലേ, അമ്മയ്ക്കൊന്നും വരില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കൃഷ്ണമോളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. മനു വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കമലയും ഹരിയും ബബിതയും രോഹിത്തുമായിട്ട് അലീനയെ അവിടെ നിന്ന് പുറത്താക്കാൻ നോക്കുന്നുണ്ട്. രോഹിത്ത് വളരെ മോശമായിട്ടാണ് അലീനയോട് പെരുമാറുന്നത്. നീ ഇറങ്ങിപ്പോടി, നീ കാരണമാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. ആ സമയത്ത് ബബിതയും പറയുന്നുണ്ട്, നീ എന്തിനാടി ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വരാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാണ്, നീ വന്നതിന് ശേഷമാണ് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും മനസ്സമാധാനം ഇല്ലാതായത് എന്ന് വളരെ മോശമായിട്ട് അലീനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അലീനയ്ക്ക് സ്വന്തം സഹോദരങ്ങളാണ് ഇത് എന്നറിയാമെന്നുള്ളത് കൊണ്ട് അലീന മറ്റൊന്നും തിരിച്ചു പറയുന്നില്ല. അവസാനം രോഹിത്ത് സ്വന്തം ചേച്ചിയാണ് അലീന എന്ന് മനസ്സിലാക്കാതെ അലീനയ്ക്ക് നേരെ പല മോശം വാക്കുകൾ ഉപയോഗിച്ച് അലീനയെ ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അലീന വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. രോഹിത്തിനോട് പല പ്രാവശ്യം അലീന ദേഷ്യത്തോട് സംസാരിച്ച് മാറി നിൽക്കാൻ പറഞ്ഞുവെങ്കിലും രോഹിത്ത് അതിന് കൂട്ടാക്കിയില്ല. അവസാനം ദേഹോപദ്രവം ചെയ്യും എന്ന് ഉറപ്പായിരുന്ന സമയത്ത് അലീന കയ്യിലിരുന്ന ഒരു കുപ്പി ഗ്ലാസ് പകുതി ഉടച്ചതിൻ്റെ കഷ്ണമെടുത്ത് രോഹിത്തിന് നേരെ എതിർക്കുകയാണ് ഉണ്ടായത്. രോഹിത്ത് ആ സമയത്ത് പിന്മാറി നിന്ന സമയത്താണ് കമലയും ഹരിയും ആ വീട്ടിലേക്ക് വരുന്നത്. കമല അലീനയുടെ മുഖത്ത് ഒരടിയടിച്ച ശേഷം പറയുന്നുണ്ട്, നിനക്ക് എന്ത് അധികാരമാണടി ഉള്ളത്, നീ ഇവിടുത്തെ കുട്ടിയെ പോലെയാണല്ലോ പെരുമാറുന്നത്, ഏവളോ പിഴച്ച് പ്രസവിച്ചിട്ട് എങ്ങനെയൊക്കെ ഈ വീട്ടിൽ വന്ന് ഇപ്പോൾ സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം നിനക്കിപ്പോൾ ഇവിടെയുള്ള കുട്ടികളെ ഉപദ്രവിക്കണമോ, നീ കൊള്ളാമല്ലോടി. ആ സമയത്ത് ബബിതയും കമലയോടൊപ്പം ചേർന്ന് അലീനയ്ക്ക് നേരെ തിരിയുന്നുണ്ട്. അലീന എന്തോ ഒരു ആവശ്യത്തിന് കിച്ചണിലേക്ക് പോകുന്ന സമയത്താണ് രോഹിത്തും ബബിതയും കൂടെ ചേർന്ന് അലീനയുടെ തുണികളടങ്ങിയ ബാഗ് പുറത്തേക്ക് വലിച്ചെറിയുന്നത്. അലീന തിരിച്ചു വന്ന് നോക്കുമ്പോൾ അലീനയുടെ ബാഗെല്ലാം പുറത്ത് കിടക്കുന്നു. നിങ്ങൾ എന്താണ് ഈ ദ്രോഹം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബബിതയും രോഹിത്തും പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. വീണ്ടും അലീന കമലയോട് പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി നിങ്ങൾ ആരാണ്, ഞാൻ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നില്ലല്ലോ താമസിക്കാൻ, എന്നെ ഇവിടെ നിർത്തിയത് ബാലചന്ദ്രൻ സാറാണ്, ബാലചന്ദ്രൻ സാറ് പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോവില്ല, നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ അലീന പറയുന്ന സമയത്ത് കമല പറയുന്നുണ്ട്, കൊള്ളാമല്ലോടി, നിനക്കിപ്പോൾ ഇത്രയും നാക്കായോ, ബാലചന്ദ്രൻ നിന്നെ കൂട്ടിയത് കൊണ്ട് നിനക്ക് ഇത്രയും തൻ്റെടമായല്ലേ, ഇപ്പോൾ ബാലചന്ദ്രൻ ഇവിടെ ഇല്ല, നിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ
അങ്ങനെ എല്ലാവരുടെ ഉപദ്രവവും സഹിക്കാനാവാതെ അലീന അവസാനം ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അലീന ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അലീന പോയതിന് ശേഷമാണ് മനു വീട്ടിലേക്ക് എത്തിയത്. മനു വന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ അലീന? അലീനയെ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ കമല പറയുന്നുണ്ട്, നിനക്ക് എത്ര സങ്കടം എന്താ അലീനയെ കാണാനില്ലാത്തതിന്? നിന്റെ ആരെങ്കിലും ആണോ അവള്? അല്ലല്ലോ, അവൾ ഇവിടെ നിന്ന് പോയി. എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല. വീണ്ടും മനു ചോദിക്കുന്നുണ്ട്, അലീന എവിടേക്കാണ് പോയത്? അവൾ പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൾ എവിടെ പോകുന്നു എന്ന്? അപ്പോൾ കമല പറയുന്നുണ്ട്, അവൾ എവിടെ പോയാലും നിനക്കെന്താ? അവളോട് ഞങ്ങളാരും ചോദിച്ചില്ല എവിടേക്ക് പോകണമെന്ന്. അവൾ എവിടെയെങ്കിലും പോയി ചത്തു തൊലയട്ടെ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ആ പാവപ്പെട്ട കുട്ടിയോട് നിങ്ങളിത് ചെയ്യുമായിരുന്നു. നിങ്ങൾ ഇത്രയും ഒരു വൃത്തികെട്ട സ്ത്രീ ആയിപ്പോയല്ലോ അമ്മേ. എൻ്റെ അമ്മയെന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ ഉളുപ്പ് തോന്നുന്നു എന്നൊക്കെ മനു പറയുന്നുണ്ട്. ആ സമയത്ത് കമല പറയുന്നുണ്ട്, നീ പോടാ നിൻ്റെ കാര്യം നോക്കി. ആ പെണ്ണ് നിനക്ക് എന്തെങ്കിലും കൈവിഷം തന്നിട്ടുണ്ടോ? നീ എന്തിനാ അവളെ ഇങ്ങനെ വക്കാലത്ത് പിടിക്കുന്നത് എന്ന് പറഞ്ഞ് കമല ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മനു അലീന എവിടേക്കാണ് പോയത് എന്ന് അറിയാതെ ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. എന്നാൽ അലീന മറ്റാരോടും പറയാതെ പോയത് നേരെ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. ബാലചന്ദ്രനെ കാണുന്നതും അച്ഛ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? എന്താ നീ ഈ ബാഗുമൊക്കെ ആയിട്ട് ഇവിടേക്ക് വന്നത്? അത് അച്ഛ, എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കി അച്ഛ. എൻ്റെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. എനിക്കവിടെ ഇനി നിൽക്കാൻ പറ്റില്ല അച്ഛ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടിയാണ് അലീന ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? നിന്റെ കൂടെ വീടല്ലേ, ഞാനല്ലേ നിന്നെ നോക്കുന്നത്, അവർക്കതിനെന്താ ഇത്ര കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നീ പറയണ്ടേ, ഇത് എൻ്റെ അച്ഛൻ്റെ വീടാണ്, ഞാനിവിടെ താമസിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ നീ ചോദിക്കേണ്ടായിരുന്നോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞച്ച, പക്ഷേ എന്നെ എല്ലാവരും കൂടി ചേർന്ന് പുറത്താക്കി. എനിക്കിനി സഹിക്കാൻ വയ്യച്ച. ഓരോ ദിവസവും എന്തുമാത്രം പേടിച്ചാണ് ഞാൻ ആ വീട്ടിൽ കിടന്നുറങ്ങുന്നതെന്ന് അച്ഛനറിയാമോ? എനിക്കിനി സഹിക്കാൻ വയ്യച്ച, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓഹോ, നീ അങ്ങനത്തെ തീരുമാനം എടുത്തിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ശരി, എങ്കിൽ നീ പൊയ്ക്കോ. ഇനി തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു അച്ഛനോ സഹോദരങ്ങളോ അമ്മയോ വീടോ ഉണ്ടെന്നുള്ള ചിന്തയൊന്നും നിനക്ക് വേണ്ട. അങ്ങനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ പോവുകയാണെങ്കിൽ നീ പൊയ്ക്കോ. അങ്ങനെയാണെങ്കിൽ ഞാനും മനസ്സിൽ ഉറപ്പിച്ചോളാം, ബാലചന്ദ്രന് അലീന എന്ന ഒരു മകൾ ഇല്ല എന്ന്. അത് കേൾക്കുന്നതോടുകൂടി അലീനയ്ക്ക് വളരെ സങ്കടമാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ, എൻ്റെ ഒരു അവസ്ഥ അച്ഛൻ മനസ്സിലാക്കച്ച, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിന്നെ കൊണ്ടുവന്നത് ഞാനല്ലേ, എൻ്റെ മൂത്ത മോള് നീയല്ലേ, അപ്പോൾ നീ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോകാനാണ് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് പിന്നെ പോവാൻ മനസ്സ് വരാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ബാലചന്ദ്രൻ അലീനയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ കമലയും ബബിതയും രോഹിത്തും ഹരിയും ഒക്കെ നിൽപ്പുണ്ട്. ഹരിയുടെ കോളറിനെ കുത്തിക്കയറി പിടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ആരാടാ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ? ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്, അല്ലാതെ നിൻ്റെ വീട്ടിലോ നിൻ്റെ തന്തയുടെ വീട്ടിലോ ഒന്നും അല്ലല്ലോ ഞാൻ ഇവിടെ അവളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. അവൾക്ക് ചിലവിന് കൊടുക്കുന്നത് നീയോ നിൻ്റെ തന്തയോ ആണോ? അല്ലല്ലോ, ഞാൻ അവളെ നോക്കി അവൾക്ക് ചിലവിന് കൊടുക്കുന്നത്. എൻ്റെ വീട്ടിൽ കയറി വന്ന് ഇത്ര ധൈര്യത്തോടെ എൻ്റെ മകളെ പുറത്താക്കാൻ നീ ആരാടി എന്ന് കമലയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. കമല അങ്ങ് ആകെപ്പാടെ ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. അവൾ നിൽക്കുന്നത് ബാലചന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയ ബാലചന്ദ്രൻ്റെ സ്വന്തം വീട്ടിലാണ്. നിൻ്റെ മുത്തശ്ശൻ കുഞ്ഞിരാമൻ ഉണ്ടാക്കിയ നിൻ്റെ കടപ്പാട്ടൂർ വീട്ടിലേക്കല്ല അവൾ വന്നത്. അതുകൊണ്ട് ഇനി മേലാൽ ഇവിടെ വന്ന് അവളുടെ ദേഹ ഉപദ്രവോ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനോ നോക്കണ്ട. കമലയോടും കൂടെയാണ് പറഞ്ഞത്. ചേട്ടത്തി ആയിപ്പോയി എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഞാൻ നിൻ്റെ മുഖത്തടിക്കാത്തത്. ഇനി മേലാൽ ഇവിടെ വന്ന് എൻ്റെ മകളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയാൽ ഇനി ഞാൻ നോക്കിയിരിക്കില്ല. അപ്പോൾ കമല പറയുന്നുണ്ട്, ബാലചന്ദ്ര നീ എന്താണ് ബാലചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിനെ നീ എന്തിനാണ് ഇങ്ങനെ ഏറ്റെടുക്കുന്നത്? ഇത് കാരണമല്ലേ വൈജയന്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വൈജയന്തി കിടക്കുന്നതിന് കാരണം അലീനയാണോ? അവൾ ഇവിടെ നിന്ന് അന്ന് ദേഷ്യത്തോടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അത് കാരണമല്ലേ അവൾ ആക്സിഡൻ്റ് ആയത്? അല്ലാതെ അലീനയാണോ ആ വണ്ടി ഓടിച്ചത്? അല്ലെങ്കിൽ അലീന പറഞ്ഞിട്ടാണോ അവളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയത്? ഒന്നുമല്ലല്ലോ. അവളിവിടെ നിന്ന് ആവശ്യമില്ലാത്ത എന്തോ കാര്യത്തിനൊക്കെ ദേഷ്യം പിടിച്ച് അലീനയോട് വെറുതെ അവളെ വഴക്കുണ്ടാക്കി അവളുടെ സ്വന്തം ഇഷ്ടത്തിന് അവൾ ഇറങ്ങിപ്പോയതാണ്. അല്ലെങ്കിലും അവൾ പണ്ട് മുതലേ സ്വന്തം താല്പര്യത്തിനാണല്ലോ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ എന്തെങ്കിലും സന്തോഷം
സന്തോഷമോ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ സുഖമോ ദുഃഖമോ എന്തെങ്കിലും അവൾ അറിഞ്ഞിട്ടുണ്ടോ? അവളുടെ വാശി ജയിക്കണം, അതേ ഉള്ളൂ അവൾക്ക്. ഈ സമയത്ത് പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയുന്നു, അവളുടെ അഹങ്കാരത്തിൻ്റെ ബലമാണ് അവൾക്ക് ദൈവം നൽകിയത്. അവളുടെ കണ്ണിൽ ദൈവം ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് അവളത് കണ്ടില്ല എന്ന് വെച്ച് നടക്കുകയാണ്. എന്നെങ്കിലും അതൊക്കെ അവൾ തിരിച്ചറിയട്ടെ എന്ന് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. മനു കമലയോടും ഹരിയോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നിനക്കൊക്കെ നാണമില്ലേ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഇപ്പോൾ അങ്കിളിൻ്റെ വായിരിക്കുന്നതും കൂടെ കേട്ടപ്പോൾ തൃപ്തിയായല്ലോ. അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടന്നാൽ പോരെ അമ്മേ, എന്തിനാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അലീന നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവളുടെ സ്വന്തം കാര്യം നോക്കി അവൾ ഇവിടെയല്ലേ താമസിക്കുന്നത്. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ നോക്കമ്മേ. അങ്ങനെ ആ വീട്ടിൽ നിന്നും നാണം കെട്ട് തല കുനിച്ചാണ് കമലയും ഹരിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും ഇവിടെ വന്നാൽ നീ ഇങ്ങനെ ബാഗും തൂക്കി ഇറങ്ങാൻ വേണ്ടി ഇരിക്കരുത്. നീ അവരോട് പറയണം, ഇത് എൻ്റെ അച്ഛൻ്റെ വീടാണ്, ഇത് എൻ്റെ വീടാണ് എന്ന്. അല്ലാതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ നീ ഈ ബാഗ് കൊടുത്ത് ഇങ്ങനെ ഓടിപ്പോവാൻ നിന്നാൽ എങ്ങനെയാ മോളെ ഇങ്ങനെ ശരിയാവുന്നത്? കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? നീ ബാലചന്ദ്രൻ്റെ മകളല്ലേ, അപ്പോൾ നിനക്ക് കുറച്ച് ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ ആവാം. അങ്ങനെയാണെങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ മോളെ. ഒന്നുമല്ലെങ്കിലും വൈജയന്തിയല്ലേ നിൻ്റെ അമ്മ, അവൾക്ക് കുറച്ച് തൻ്റെ ഇടമൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു അംശം പോലും നിനക്ക് കാണാനില്ലല്ലോ മോളെ, അതെന്ത് പറ്റി ഇങ്ങനെ ആയത്? ആ സമയത്ത് ചെറിയ പുഞ്ചിരിച്ചുകൊണ്ട് അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഒന്ന് പോവച്ചാ, എനിക്കും ദേഷ്യമൊക്കെ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സംഭാഷണം അങ്ങനെ തുടരുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ് ഇനി മഴതോറും മുംബൈയിൽ വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോറും മുംബൈയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.